എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ മുറ്റത്തൊരു ചതുരനെല്ലിൻ്റെ തൈ ഉണ്ടായിരുന്നു. തൈ ഇതാണ് കുറച്ച് വളർന്നതാണ്. കഴിഞ്ഞ വർഷം നല്ലോണം പിടിച്ചിട്ട് ഞാനതെല്ലാവർക്കും ചോദിച്ചവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നല്ല കാറ്റും മഴയായതുകൊണ്ട് അതിൽ നിന്ന് കുറേ കൊഴിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളത് എങ്ങനെയെങ്കിലും പറിക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ അത് ചതുരനെല്ലിൻ്റെ തൈയും ഒരു മാവും രണ്ടും അടുത്തടുത്തുള്ളത്. അപ്പോൾ ഈ മാവിൻ്റെ ചോട്ടിൽ തൈയിലൊരു വില്ലനുണ്ട്. വില്ലൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നെല്ലിക്ക് ഇപ്പോൾ താഴെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് വെറുതെ ഒന്ന് പറിച്ച് കാണാം. ആ വില്ലനിത് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് എന്നെ കുത്തും. അപ്പോൾ ഞാനിതൊന്ന് പറിച്ചൊന്ന് തിന്ന് നോക്കിയതാണ്. തൈ തന്നെ പറിച്ചതാണ്. അപ്പോൾ നല്ല പുളിയുണ്ട്. പൊളിച്ചിട്ട് എനിക്ക് നല്ല പുളിയാണ്. അപ്പോൾ ഇത് ഉപ്പിലിടുക അച്ചാറ് വെക്കുമെന്ന് പ്രധാനം. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും അത് കഴിക്കില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനും കഴിക്കൂല, ഏട്ടനും കഴിക്കൂല. അതുകൊണ്ട് ഞാൻ ഈ താഴെയുള്ളതിൻ്റെ കുറച്ചൊന്ന് പറിച്ചെടുക്കാൻ നോക്കി. ആർക്കും ചോദിച്ചാൽ കൊടുക്കാമല്ലോ. അപ്പോൾ മെല്ലെ പറിക്കുന്നു. മരം ഒന്നും അനങ്ങാൻ പാടില്ല നീത്തില്ല. പക്ഷേ ഇത് പറിക്കാനും പറ്റുന്നില്ല. തൊടുമ്പം തന്നെ കുറേ കൊഴിഞ്ഞ് വീണു. ഇതാ ചുതിർന്ന് പോവുകയെന്ന്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപമില്ല. കാരണം ഈ മരത്തിലുള്ള പുളി കാണുമ്പം അതിട്ടിട്ട് വരാനും തോന്നില്ല. ഒരു കാറ്റ് വന്നാൽ മൊത്തം താഴെയെത്തും. അപ്പോൾ ആ വില്ലൻ ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടില്ലേ, ഇതെന്നാ അടിപൊളിയായിട്ട് കൂട് കെട്ടിയിട്ടുണ്ട്. ഇതുണ്ട നല്ല കടന്ന കൂടാന്ന്. അപ്പോൾ അതിലാ മറ്റേ മുട്ടി പോയാൽ പിന്നെ ഒരാൾക്ക് നിൽക്കണ്ട. അതുകൊണ്ട് ഞാൻ പേടിച്ചാണ് ഈ നെല്ലി മരത്തുനിന്ന് മെല്ലെ നെല്ലി നുള്ളിയെടുത്തത്. അപ്പോൾ ഞാനിങ്ങനെ നുള്ളുന്നുണ്ടപ്പോൾ എൻ്റെ മോന് അടുത്തേക്ക് വന്നു. മോൻ സഹായിക്കാൻ വേണ്ടി മെല്ലെ ഒരു കമ്പി കഷ്ണം എടുത്തിട്ടാണ് വന്നത്. മെല്ലെ ഒന്ന് താത്തയാരാ അമ്മയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിറച്ച് പിടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറിക്കാതെ ഇട്ടിട്ട് പോകാൻ തോന്നുന്നല്ലേ. അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ താഴെയുള്ളത് മെല്ലെ അനങ്ങാതെ പറിച്ചെടുക്കുകയായിരുന്നു. അപ്പം ഇത് കാണുമ്പോൾ മോനങ്ങ് നിർത്താൻ വരുന്നില്ല. ഏതായാലും അമ്മ ഞാൻ പറിച്ചെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് മെല്ലെ വരുന്നത്. അപ്പോൾ ഒരുവിധമെല്ലാം ഞാൻ താഴെയുള്ളത് പറിച്ചെടുത്തു, മെല്ലെ പറിച്ചെടുത്തു. മുകളിലിത് പറിക്കാനെങ്കിൽ കുറച്ച് പണിയാണ്. അമ്മ ഒന്ന് അനങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ ചോട്ടിലില്ല അയാൾ എന്നെ ശരിയാക്കി വെക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ മോൻ ഒരു കമ്പി എടുത്ത് വന്ന് മെല്ലെ ഒന്ന് സഹായിക്കാനായി. കാരണം എനിക്കിത് ഒറ്റയ്ക്ക് പറിക്കാനാവില്ല. അപ്പോൾ മോൻ മെല്ലെ ഒന്ന് താത്ത് തന്നു. കുറച്ചൊക്കെ ഞാൻ പറിക്കാൻ നോക്കി. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഉതിരുന്നുണ്ട്. ഞാനിത് പിടിച്ചു കൊടുക്കുക. അമ്മ എന്നോട് പിടിച്ചു തന്നാൽ മതി, ഞാൻ പറിച്ചിട്ടോളാം എന്നിട്ട് മോൻ തന്നെ ഒരു കൈ കൊണ്ട് പറിച്ച് പാത്രത്തിലേക്ക് നേരിട്ടിട്ട് വരും. ഇതിന് വേണ്ടില്ലേ, നമ്മളതിലൊന്ന് തൊട്ടാൽ മതി, അത് മൊത്തം ഉതിർന്ന് വീണു പോകും. ഒരുപാട് പിടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ പിടിച്ചതാണ്. അപ്പോൾ അതെല്ലാവർക്കും കൊടുത്ത് തീർത്തു. അപ്പോൾ ഇപ്രാവശ്യം പറിച്ചിട്ട് വെക്കാം, ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാമെന്ന് വേണ്ടി തന്നെയാണ്. ആരാ ആദ്യം വരുന്നവർക്കല്ല ഞാൻ എടുത്തു കൊടുക്കും. അതാണ് എൻ്റെ ശൈലി. എല്ലാം ഉണ്ടാക്കി വെച്ചാലും ഞാനതൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. കാരണം ഒന്നാമത് അച്ചാറും പറ്റൂല, ഉപ്പിലിട്ടതും പറ്റൂല. പ്രഷർ എന്ന സാധനം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഏകദേശം ഇതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി മുകളിൽ കുറച്ചുണ്ടായിരുന്നു. ആ മുകളിലിത് പറിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ താഴെയുള്ളത് മാത്രം ഒന്ന് പറിച്ചെടുത്തു. കൊമ്പ് സാധാരണ പൊട്ടിച്ച് കളയലാണ് ഞാൻ ആവുന്ന സമയത്ത്. കാരണം അടുത്ത വർഷം നല്ലോണം പിടിക്കുമല്ലോ. പക്ഷേ കൊമ്പ് പൊട്ടിക്കാൻ പേടിയാണ്. മാവിൻ്റെ ചോട്ടിലുള്ള ആൾ അനങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് കൊമ്പ് പൊട്ടിച്ചിട്ടില്ല. മെല്ലെ മോനത് മുഴുവനും പറിച്ച് തന്നു. അപ്പോൾ ഇതിന് ഞങ്ങൾ പറയുന്നത് ചതുരനെല്ലി എന്നാണ്. അപ്പോൾ ഞങ്ങൾ കണ്ണൂക്കാരാണ് കേട്ടോ. കണ്ണൂക്കാർ പറയുന്നത് ചതുരനെല്ലി എന്നാണ്. കണ്ണൂരിൽ തന്നെ പലതും അറിയപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇത് ചതുരനെല്ലി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം പിടിക്കും. അത്രയും പിടിക്കുന്ന സാധനമാണിത്. അത് ഒരു തണ്ടിൽ തന്നെ കൊലയായിട്ട് വരും. അപ്പോൾ മോനില്ലതുകൊണ്ട് എനിക്കത് സുഖമായി പറിക്കാൻ പറ്റി. ഇല്ലെങ്കിൽ മൊത്തം താഴെ വീണു. കുറേ താഴെ കിടക്കുന്നുണ്ട്. അതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ആ മരത്തിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ചെറിയൊരു കാറ്റ് വന്നാൽ തന്നെ ഇവിടുന്ന് പെട്ടെന്ന് ഉതിർന്ന് വീണു പോകും. കാരണം നമുക്ക് നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ മോനെല്ലാം അതൊന്ന് വീർന്നെടുത്തു. അപ്പോൾ എല്ലാം ഏകദേശം പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോക്ക് എല്ലാ സപ്പോർട്ടും തരണം. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബായ്.